ഏജ് ഓവർ ആയത് കാരണം എനിക്ക് എക്സാമിനേഷൻ എഴുതാൻ കഴിയുന്നില്ല. 4 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എങ്കിലും മെയിൻ ആയിട്ട് വലിയ എക്സാംസ് 2 എണ്ണം നമുക്ക് ഇനി എഴുതാനായിട്ട് കഴിയും. 2026 ഫെബ്രുവരിയാണ്, 2027 ഫെബ്രുവരി മാർച്ചിലൊക്കെ നമുക്ക് എക്സാമിനേഷനും പ്രതീക്ഷിക്കാം കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ടു എച്ച് അക്കാഡമി. സോ നമ്മുടെ പല ഉദ്യോഗാർത്ഥികളും വളരെയധികം വിഷമിച്ചിരുന്ന ഒരു സംഗതിയുണ്ട് അല്ലേ? അതായത് ഏജ് ഓവർ ആയത് കാരണം എനിക്ക് എക്സാമിനേഷൻ എഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കേരള PSCയുടെ എക്സാമിനേഷൻ എഴുതാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, എനിക്കറിയാം. പലരും ഒക്കെ 36 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു PSC ജോലി എന്ന് പറയുന്ന സ്വപ്നം അസ്തമിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇനി എന്റെ ജീവിതത്തിൽ ഒരു PSC ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമത്തിലായിരുന്നു. കാരണം നമ്മളെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ചെഴുതി ഒരു ജോലിയൊക്കെ മേടിക്കാമായിരുന്നു, ഫാമിലി സപ്പോർട്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒക്കെ ഈവൻ എന്നെ തന്നെ പേഴ്സണലി ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ കേരള PSCയുടെ എക്സാമിനേഷൻ നമുക്ക് 45 വയസ്സ് വരെ എഴുതാം അല്ലെ? അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാവേ. അതായത് കേരള PSCയുടെ പുതിയ യോഗ തീരുമാനം വന്നിരിക്കുകയാണ്. സോ അതില് നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റ് അല്ലെ, കേരള PSCയുടെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്പർ ഏജ് ലിമിറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ തസ്തികകൾക്കൊക്കെ എസ്പെഷ്യലി സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികകൾക്കൊക്കെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 വയസ്സായിരുന്നു. സോ അത് ജനറൽ കാറ്റഗറിക്ക് ഇപ്പൊ മാറ്റിയിട്ട് 40 വയസ്സാക്കി അല്ലെ? 4 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? 36 വയസ്സ് കഴിഞ്ഞ് നമുക്ക് എക്സാം എഴുതാൻ കഴിയില്ല എന്ന് ഓർത്തിരുന്നവർക്കൊക്കെ ഈ വരുന്ന DHS എക്സാമിനേഷൻ എഴുതാൻ കഴിയും. എല്ലാവർക്കൊക്കെ അത് എഴുതി അതിൽ തന്നെ ജോലി ലഭിക്കട്ടെ. അതല്ല, ഇൻ കേസ് അത് കഴിഞ്ഞില്ല എങ്കിൽ വരുന്ന DME എക്സാമിനേഷൻ കൂടെ എഴുതാനായിട്ട് കഴിയും. അതായത് ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് ഓർത്ത് വിഷമിച്ചവർക്ക് ഇനി 2 എക്സാമിനേഷൻ മെയിൻ ആയിട്ട് കേട്ടോ, അതിനിടയിൽ കുറെ എക്സാംസ് ഒക്കെ വരും, എങ്കിലും മെയിൻ ആയിട്ട് വലിയ എക്സാംസ് 2 എണ്ണം നമുക്ക് ഇനി എഴുതാനായിട്ട് കഴിയും. സോ ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എക്സാമിനേഷൻ പാസ്സായി ജോലി മേടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിന് സപ്പോർട്ടേ ഞങ്ങൾ ഉണ്ടാവും കേട്ടോ. നോക്കി, OBC കാറ്റഗറി ആണെങ്കിൽ 43 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. SC/ST കാറ്റഗറി ആണെങ്കിൽ 45 വയസ്സ് വരെ നിങ്ങൾക്ക് കേരള PSC അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. DHS എക്സാമിനേഷൻ നമ്മൾ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഈ വർഷം ഒരു മേ ബി ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. എക്സാമിനേഷൻ ഒരു വർഷം, അതായത് ഇപ്പോ 2026 ഫെബ്രുവരിയാണ്, 2027 ഫെബ്രുവരി മാർച്ചിലൊക്കെ നമുക്ക് എക്സാമിനേഷനും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതായത് ഇനി ഉണ്ടല്ലോ, ഇനി നമുക്ക് കൃത്യമായിട്ട് ഏകദേശം എക്സാമിനേഷന് ഒരു വർഷം നമുക്ക് കിട്ടും ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ. അപ്പം നന്നായിട്ട് കൃത്യമായിട്ട് നല്ല പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരുന്ന DHS സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും. സോ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ്. സോ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് ആ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.